ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. പെരുന്നാളൊക്കെ ആയിട്ട് ചെറിയൊരു യാത്രയിലാണ് ഞങ്ങൾ മൂന്നാൾക്കാർ. തായിഫിലേക്കുള്ള ചെറിയൊരു യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ തായിഫ് ചുരം കയറി കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ തായിഫ് ചുരം കയറുന്ന കാഴ്ചകൾ കാട്ടിത്തരാം. അതിന് മുന്നേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമുക്ക് തായിഫ് ചുരത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് തായിഫിൽ നിന്ന് കുറച്ച് കാഴ്ചകളുണ്ട്, അതുമായിട്ട് ബാക്കിൽ വരാം. അപ്പോൾ നമ്മൾ ചുരത്തുമ്മലാണ്. ഇതാണ് ജിദ്ദയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? 65-70 കിലോമീറ്റർ പോന്നാൽ കാണുന്ന അൽ ഹദാ. മക്കത്ത് തന്നെ ഉണ്ടല്ലേ ചുരം. ഓക്കെ, തായിഫ് ചുരം അതിമനോഹരമായൊരു ചുരമാണ്. നമ്മുടെ നാട്ടിലത്തെ ചുരത്തിനായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ചുറ്റുഭാഗമുള്ള മലകളൊക്കെ മൊട്ടം പറമ്പാണ്. ആ മുകളിൽ കാണുന്ന അവിടം വരെ നമുക്ക് പോകാണ്ട്, ആ കാണുന്ന റോഡ് വരെ വളഞ്ഞും തിരിഞ്ഞും പോകാണ്ട്. അത് നമ്മൾ ഈ ചുരം ഫുള്ള് വീഡിയോയിൽ പകർത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രൈവർ സീറ്റ് വരെ മാറി പകരം ഡ്രൈവറെ വരെ ആക്കിയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ലൈവല്ല, ഈ ഇടയ്ക്ക് ചെവി അടയുന്നില്ലേ? എനിക്കില്ല. അത് ഹൈറ്റിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ വരുന്നൊരു പ്രതിഭാസമാണ്. എനിക്ക് ആ പ്രശ്നം തന്നെയല്ല. സ്പീഡ് കൺട്രോൾ ചെയ്യട്ടോ. കലഫിന്റെ പേരിലാണ്. മല എന്നൊക്കെ പറഞ്ഞാല് ഭീകരമല സംഭവം. നമ്മളെ നാട്ടിലെ മലകളും ഒക്കെ ഇതേപോലെ തന്നെയാണ്. പക്ഷെ എന്താ, നമ്മുടെ നാട്ടിലെ മലകൾ കംപ്ലീറ്റ് മരങ്ങളും പച്ചപ്പും ഹരിത ഭംഗിയൊക്കെ ആയതുകൊണ്ട് നമുക്കത് അത്ര തോന്നൂല. ഇവിടുത്തെ മലന്റെ ഒരു മല 3 കളറിൽ നിൽക്കുന്നത് അവിടെ. അത് കാണില്ലേ? അത് മനസ്സിലാവണില്ലേ? അതാണോ? അത് തിരിഞ്ഞു പോയി. ആനല്ല, ഒട്ടക ഉണ്ടാകുക. ഇവിടെ ആനയല്ല, ഇവിടെ കടുവയാണ്. കടുവ. മലകളൊക്കെ പല പല കളറിലാണ് മലകൾ സ്ഥിതി ചെയ്യണത്. വണ്ടി കേടുന്ന കയറ്റിണ്ടോ വണ്ടിയാണ്. അതെവിടെ? അത് കണ്ടില്ല. ഞാനപ്പോ ഇതിനോട് സെറ്റിങ്സ് ശരിയാക്കാം. വണ്ടികള് കേടുന്നുണ്ടോ കയറ്റിണ്ടോ വണ്ടിയാണ്. സൂപ്പി പറഞ്ഞു കൊടുക്കണേ പറയും. നമ്മള് കണ്ടോളി, ഇനി കാണാൻ കഴിയൂല. ഇവിടെ എന്താ പാറക്കോറി ഇടും. ഇവിടെ വേറെ ടണല് വരുന്നുണ്ട്. അതിന്റെ അടിയിൽ കൂടെ ടണല്. ആ, അവിടെ ഒരു ടണൽ ഉണ്ടല്ലേ? അത് വരുന്നല്ല. എങ്ങട്ടാണത്? അല്ല, അത് വേറെ എന്തോ ഒരു സംവിധാനമാണ്. അവിടെ റോഡൊക്കെ ഉണ്ടല്ലോ. അത് വേറെ കേറി വരുന്നേ. ഗവൺമെന്റിന്റെ തന്നെ എന്തോ സംവിധാനം. ഞങ്ങള് 3 ആളുകളാണ് കേട്ടത്. ഇത് നമ്മളൊരു സുഹൃത്ത് ഹമീദ് ഭായ്, ബാക്കില് വേറൊരു സുഹൃത്ത്, പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ഉണ്ണി മോയിൻ കളത്തിങ്കൽ, പിന്നെ ഞാനും. അങ്ങനെ നമ്മള് ചുരം കയറിക്കൊണ്ടിരിക്കണം. ആ ഭാഗം കയറി. ഇനി കുറച്ചും കൂടി ഭാഗം കയറാണ്ട്. കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതില് മറ്റേ വീഡിയോ ലെങ്ത് നമ്മളൊരൊറ്റ വീഡിയോ ഞങ്ങളിലൊക്കെ വിട്ടായിരുന്നോ? എന്റെ കിട്ടാൻ പിന്നെന്താ എല്ലായിടത്തും കൂടെ ഞങ്ങൾ ISRO വരെ വിടാം. അതൊരു പോയിന്റാണ്. ഇൻഷുറൻസ് പറഞ്ഞ മാതിരി എന്ത് കഴിഞ്ഞിട്ട് ആപ്പ് കംപ്ലൈന്റ് ചോദിച്ചപ്പോ റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ലാറില്ല. അതേമാതിരി റെക്കോർഡിങ് വെക്കാൻ മറന്നിക്കണിച്ചപ്പോ ഇതുവരെ പറഞ്ഞതൊക്കെ വെള്ളത്തിലായി. നമ്മള് തസിയായി. പക്ഷെ അത് മറന്നിട്ടില്ല. നമ്മളത് നെക്കിക്കണം. റെക്കോർഡിങ് നമ്മൾ നെക്കിക്കണം. 5 മിനിറ്റ് ആയി നമ്മൾ ഏകദേശം. എനിക്ക് സബ്സ്ക്രൈബ് ഒന്നും കൂടിയിട്ടില്ല. അത് കൂടുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഞമ്മക്കില്ല.
പിന്നെന്താ വെച്ചാൽ ഇത് നമ്മളൊരു ഒരു ഒരു രസാണിത്. വീഡിയോ എടുക്കുക, ഒരു മനസുഖം. വീഡിയോ എടുക്കുക, അതിങ്ങനെ യൂട്യൂബിൽ ഇടുക, 4 ആള് കാണുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോ ഒരു 100 ആളൊക്കെ കാണുള്ളൂ. വേറെ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം 100 ആള് എന്ന് പറഞ്ഞാൽ 1,00,000 ആള് കണ്ട മാതിരിയാണ്. ആ കാണുന്നോല് കാണുന്നത് നമുക്കുള്ള ആൾക്കാരാണ്, നമ്മളെ കാണുന്ന ആൾക്കാരാണ്. ഞാന് ഇൻഷാ അല്ലാഹ് പൂർവാധിക ശക്തിയോടുകൂടി നമ്മൾ തിരിച്ചു വരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കൊരു ഉയർച്ച ഉണ്ടാവും. ഇപ്പൊ എന്റെ സുഹൃത്ത് പണ്ട് പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മൾ ഉണങ്ങി പൂതലായി നിൽക്കുകയാണ്. എന്തെങ്കിലും കാലത്ത് നമ്മൾ തേക്കും, അടിയുന്ന തെഗ് പൊട്ടി വരും. കുറച്ച് പച്ചപ്പ് ഇൻഷാ അല്ലാഹ്. കുറച്ച് പച്ചപ്പ്, കുറച്ച് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ എവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായി പണ്ട്. ഇവിടെ എവിടെ ഒരു വെള്ളം ഇങ്ങനെ ഉറ്റി വീണീനൊരു സ്ഥലം ഉണ്ടായിനി. അത് ഇവിടെ അല്ലേ. നല്ല മൊട്ടം വെയിലത്ത് പെരുന്നാളിന്ന് ഫുള്ള് ഞങ്ങളത് കൊളായിക്കണം. അത് വേറെ കാര്യം. ഭക്ഷണം കൂടിയും കിട്ടാതെ ഉറങ്ങിയിട്ടുമില്ല, ഭക്ഷണം കിട്ടിയില്ല. ആൾക്കാർ പാട്ട് പാടാനുള്ളൊരു അത് നമുക്ക് അവസാനം അതിന്റെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഉണ്ണിമോയാക്കാന്റെ ഒരു പാട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ പാട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ അനൗൺസ് ചെയ്തതിന്റെ കാരണത്താൽ നിങ്ങൾ ഈ വീഡിയോ കാണാതെ കരുതി. വീഡിയോ അതാണ് പാട്ട് ലാസ്റ്റ്. പാട്ടുകൾ പാടിക്കോളൂ. നിങ്ങളെ പാട്ട് നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടാണ് കൊടുക്കും. അതാണ്. ഏതാ പാട്ട്? കത്തുപാട്ട്. അങ്ങനെ കുരങ്ങ് നമുക്ക് തിരിച്ചു പോകാം. അതുപോലെ അപ്പുറത്തെ സൈഡിലാണ്. ഇപ്പുറത്തെ സൈഡിൽ കുരങ്ങില്ല. നമുക്ക് ഇനിയും കുറെ ദൂരം പോകാണ്ട്. ഈ ചുരത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് എപ്പോഴാണോ? രാത്രി. തിരിച്ച് വൈകുന്നേരം നമുക്ക് മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഒക്കെ ദിക്കും മഗ്‌രിബ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം. അപ്പൊ ഈ ചുരത്തിനൊരു പ്രത്യേക ഭംഗിയാണ്. ആ ഭംഗി നമ്മൾ ക്യാമറയിൽ പകർത്തും. അങ്ങനെ നമ്മൾ 2 ഭാഗം അങ്ങോട്ട് പോകുന്നതും നമ്മൾ നിങ്ങളെ പാട്ട് നമുക്ക് ഇടാം. അത് നമ്മൾ പാട്ടായിട്ട് തന്നെ ഇടും. 2 ഭാഗത്തേക്കുള്ള യാത്ര നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. തായിഫ് ചുരത്തിന്റെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്തൊരു തരം വീഡിയോ. അടുത്ത പടത്തില് പൃഥ്വിരാജിന്റെ പടത്തില് പാട്ടിടാൻ സമയം. അതെ. എമ്പുരാന്റെ 3-ാം ഭാഗത്തിൽ ചിലപ്പോ നിങ്ങളെ കരഞ്ഞ അടുത്ത ഗായകന്. ചിലപ്പോ എങ്ങനെ എവിടെയാണ് ആൾക്കാർ വൈറലായി വരുന്നത് അതൊന്നും പറയാൻ പറ്റില്ല. വൈറലാകൽ എങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ഏത് മേഖലയിൽ കൂടെ ഏത് വിധത്തിലാന്നൊന്നും പറയാൻ പറ്റില്ല. അത് ചിലപ്പോ നന്മക്ക് നല്ല രീതിയിൽ കൂടെ ആവും, ചിലപ്പോ വേറൊരു കോലത്തിലാവും. അതിനൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അലല്ലാണ്. അവനെ കുത്തണ്ടേ കേട്ടോ. കുത്തണ്ട, വെറുതെ നമ്മളവനെ സ്വീപ്പ് ആക്കണ്ട. ഈ ചുരത്തിന്റെ മുകളിൽ സ്വീപ്പായ ഭയങ്കര റിസ്ക് ആക്കാം. ഈ ചുരം എത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം അറിയാം? ഭക്ഷണം കഴിക്കണേ നോക്കിയില്ലല്ലേ? ഭക്ഷണം പെരുന്നാളായിട്ട് ഞങ്ങക്ക് ഭക്ഷണം നേരത്തിനും കാലത്തിനും കിട്ടിയില്ല. ഞങ്ങൾക്ക് എന്തിനാ ഞാൻ ക്ലാസ് എത്തിയിട്ടേ പണി ഉണ്ടാക്കി തരില്ല. വീഡിയോ എടുത്തോടെ മുടിച്ചു കഴിഞ്ഞാലേ ടയർ പൊട്ടിയെടുക്കുന്ന വണ്ടി. ചുരത്തിന്റെ മുകളിൽ പണിയിട്ട് കഴിഞ്ഞാൽ നല്ല റിസ്ക് ആണ്. രക്ഷപ്പെടാൻ നല്ല പണിയാണ്. ഒരു പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ അതാണ് കുഴപ്പേ. നമ്മള് വോയിസ് ഒക്കെ ഇതിൽ ഉണ്ടാവും കണക്ക് കൂട്ടിക്കാണ്ട് അങ്ങനെ പോവുകയാണ്. വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാനിതില്. മുഖത്തിന് എന്താ കുഴപ്പം? നമ്മളെല്ലാവരും ഉണ്ടല്ലോ. ഇന്റർനെറ്റ് ഇല്ലേ? ഇന്റർനെറ്റ് വന്നോളേ. ഇന്റർനെറ്റ് എന്തിനാ ഇല്ലാതെ